കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടി നല്ല സോഫ്റ്റും ടേസ്റ്റായിട്ട് നമുക്ക് ഇതേപോലെ ഒരു നെയ്യപ്പം വീട്ടിലുണ്ടാക്കി നോക്കിയാൽ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് 1/2 കിലോ ശർക്കരയാണ്. അതിലോട്ട് നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ അടിച്ച് ഇങ്ങനെ മൂടി വെക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. ഇതേപോലെ ആകുമ്പോൾ നമുക്ക് വേണ്ടത് 4 മണിക്കൂർ കുതിർത്തി വെച്ച പച്ചരിയാണ്. ഇതേപോലെ നമ്മൾ നല്ലപോലെ ഒന്ന് ട്രൈ ആക്കി എടുക്കണം. എന്നിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് 1 കിലോ പച്ചരിയാണ്. അങ്ങനെ ശർക്കര, പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലെ കുഞ്ഞിപ്പഴമാണ്, അതും ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടിയും പിന്നെ നല്ല ജീരകവും ചേർത്ത് നല്ല രീതിക്ക് ഒന്ന് അരച്ചെടുത്ത് കഴിയുമ്പോൾ ഇതേപോലെ വരും. നമ്മൾ ഈ കേക്കിനൊക്കെ ഉണ്ടാക്കുന്ന ബാറ്ററില്ലേ, ആ ഒരു രീതി. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് സോഡാപ്പൊടിയും കൂടെ ചേർത്ത് നമ്മൾ എത്ര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നോ അത്രയും നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പം നമുക്ക് കിട്ടും. പിന്നെ ഒരു പാൻ വെച്ചിട്ട് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തും ഒക്കെ ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കുന്ന സമയത്ത് മാത്രം ചെയ്താൽ മതി. അതിലോട്ട് കുറച്ച് കറുത്തള്ളും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാവും. അപ്പോൾ ഇപ്പം കുറച്ച് ടൈറ്റായിട്ട് തോന്നും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ലൂസാക്കി എടുക്കാം. അത് നല്ല രീതിക്ക് അധികം ലൂസ് ആവാനും പാടില്ല, അധികം ടൈറ്റ് ആവാനും പാടില്ല, മീഡിയം. അതാണ് നമ്മുടെ കറക്റ്റ് നെയ്യപ്പത്തിൻ്റെ പാകം. ഇതിൽ ഉണ്ണിയപ്പ ചട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബാറ്റർ കൊണ്ട് തന്നെ ഉണ്ണിയപ്പം പണ്ട് തൊട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ഇരുമ്പിന്റെ ചട്ടിയിലാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ എണ്ണ തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ തീ കുറച്ചിട്ട് വേണം. ഇതിപ്പോൾ ഞാൻ 2-3 മണിക്കൂറിന് ശേഷമാണ് ഈ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയത്. പക്ഷെ എനിക്കിത് അത്ര സോഫ്റ്റ് ആയിട്ട് തോന്നിയില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. സെയിം ബാറ്റർ കൊണ്ട് ഞാൻ പിറ്റേ ദിവസം ഉണ്ടാക്കിയപ്പോൾ എനിക്ക് അടിപൊളി നല്ല സോഫ്റ്റ് ടേസ്റ്റി ഉണ്ണിയപ്പം കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ഉണ്ണിയപ്പത്തിന്റെ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ബൈ.